മറ്റൊരു വാർത്തയിലേക്ക് ആലപ്പുഴ നൂറിനാട് വാഹനങ്ങൾ പോലീസ് നശിപ്പിച്ചുവെന്ന് പരാതി. പുതുവർഷാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായ സ്ഥലത്ത് പോലീസ് വാഹനങ്ങൾ മറിച്ചിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഇന്നലെ രാത്രി ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി തുരുത്തി അമ്പലത്തിൽ സപ്താഹത്തോടനുബന്ധിച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു. ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ ഇന്നലെ കുറച്ച് നേരം അധികം നേരം അവിടെ നിന്ന് കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകാർക്ക് വഴി. അപ്പുറത്ത് വീട്ടുകാർ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് പോലീസിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഓടിയ കൂട്ടത്തിൽ ഞാൻ മറിഞ്ഞു വീഴുകയും എന്നെ അവിടെ വെച്ച് പോലീസുകാർ കിട്ടി. ആ കിട്ട കൂട്ടത്തിൽ പോലീസുകാർ എന്നെ ലാത്തിക്ക് വെച്ച് അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് എനിക്ക് സംഭവം നടന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുവന്നിട്ട് ഈ വണ്ടികളെല്ലാം എൻ്റെ മുന്നിൽ വെച്ചാണ് ഈ പോലീസുകാരെ തല്ലിപ്പൊട്ടിക്കുന്നത്. എന്നിട്ട് എന്നെ ഇവിടുന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി അകത്തോട്ട് കയറിയപ്പോൾ തന്നെ CI എൻ്റെ ഇവിടെ ഇടിയാണ്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഇക്കാര്യത്തിൽ? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് അവിടെ ഒരു സംഘർഷമുണ്ട്. അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം അവിടെ ഒരു ആൾക്കൂട്ടമുണ്ട്. പോലീസ് വാഹനം കണ്ടുകൊണ്ട് ആളുകൾ ചിതറിയോടുന്നു. സാധാരണ നിലയിൽ ഉത്സവപ്പറമ്പിലൊക്കെ പോലീസ് റോന്ത് ചുറ്റാൻ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അവിടെ ഒരു സംഘർഷവും അടിപിടിയും നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് പോലീസ് വാഹനം കണ്ട ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ചിതറി ഓടുന്നത്. ഇതിന് ശേഷമാണ് പോലീസ് അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ റോഡിലേക്ക് തള്ളിയിടുന്നതും ചവിട്ടി താഴെയിടുന്നതും ഒക്കെ ചെയ്യുന്നത്. അതായത് പോലീസിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് അവിടെ ഒരു സംഘർഷമുണ്ടായി. അവിടെ എത്തിയപ്പോൾ ചില വാഹനങ്ങൾ റോഡിൻ്റെ നടുക്ക് വെച്ചിരിക്കുകയായിരുന്നു. അത് റോഡിൻ്റെ നടുക്ക് നിന്ന് തെള്ളി മാറ്റി സൈഡിലേക്ക് മാറ്റി വെച്ചതാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ വിശദീകരണം. അതെന്തായാലും തെറ്റാണ് എന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അതായത് ഈ ന്യൂ ഇയർ തലേന്നും ഒക്കെ പോലീസ് വ്യാപകമായി സ്ഥലത്ത് റോന്ത് ചുറ്റിയിരുന്നതിന് ശേഷം ഒരു 3 മണിയോടുകൂടി ഈ റോന്ത് ചുറ്റലൊക്കെ അവസാനിപ്പിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഘർഷം നടക്കുന്നത് എന്നുള്ളൊരു ഫോൺ വിളി നാട്ടുകാർ വിളിക്കുന്നത്. ഇതറിഞ്ഞ് അവിടെ എത്തിയതിലുള്ളൊരു ഒരു ദേഷ്യമൊക്കെ തീർത്തതാകാം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ പ്രാദേശിക DYFI നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. അവർ SP ഉൾപ്പെടെ പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്.